ഇന്ന് നമ്മള് പാദവാർഷിക പരീക്ഷക്ക് 5ാം ക്ലാസ്സിന് ലിസാനുൽ ഖുർആൻ എങ്ങനെ പഠിക്കണം എന്നതിന്റെ ഒരു മോഡൽ ചോദ്യ പേപ്പർ കൂടി ആയിട്ടാണ് വന്നത്. നമുക്ക് പാഠഭാഗങ്ങൾ ഇതിന്റെ കൂടെ മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓക്കെ, ഒന്നാമത്തെ പാഠഭാഗത്തില് നമ്മൾ എന്താണ് ഇസ്മും ഫേലും ഹർഫുമാണ് മനസ്സിലാക്കിയത്. അതിനെ ആസ്പദമാക്കിയിട്ടാണ് നമുക്ക് ഇവിടെ ചോദ്യം വന്നത്. എന്താണ്? ദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നാസ ഇലൽ ഇസ്ലാമി ഫി മക്ക. ഇതിൽ നിന്ന് ഇസ്മു ഫേല് ഹർഫ് ഇത് വേർതിരിക്കാൻ വരും. അപ്പോൾ നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടത്. അപ്പോൾ ഉദാഹരണത്തിലേത് വന്നതുപോലെ ആയിരിക്കില്ല നിങ്ങൾക്ക് എക്സാമിന്. നിങ്ങൾക്ക് പാഠഭാഗത്ത് നിന്ന് വേറെ വേർഡ്സ് വരും. അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കി എഴുതാൻ കഴിയണം. ഒന്നാമത്തെ കോളത്തില് ഇസ്മുകളും രണ്ടാമത്തെ കോളത്തില് ഫേലും മൂന്നാമത്തെ ഹർഫുമാണ്. അപ്പൊ നമുക്കിവിടെ മുകളില് ഏതാണ് ഇസ്മി, ഏതാണ് ഹർഫ്, ഏതാണ് ഫേല് എന്നത് അണ്ടർലൈൻ ചെയ്ത് മനസ്സിലാക്കാം. ഇസ്മിന് നമുക്ക് റെഡ് നൽകാം, ഫേലിന് ബ്ലൂ നൽകാം, ഹർഫിന് ഗ്രീനും നൽകി അവിടെ നമുക്ക് അടയാളപ്പെടുത്തി വെക്കാം. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് മനസ്സിലാക്കി എഴുതാൻ കഴിയണം കേട്ടോ. താഴോട്ട് നമുക്ക് ഇവിടെ വന്നത് എന്താണ്? ദാ ദാ എന്നത് നമുക്ക് ബ്ലൂ അണ്ടർലൈൻ കൊടുക്കാം, അത് ഫേലാണ്. അടുത്തതാ റസൂലുൻ, റസൂലുൻ എന്നത് ഇസ്മ, അപ്പൊ അതിന് നമുക്ക് റെഡ് അണ്ടർലൈൻ നൽകാം. പിന്നെ അല്ലാഹു, അല്ലാഹു എന്നതും ഇസ്മാണ്, അപ്പൊ അതും നമുക്ക് റെഡ് അണ്ടർലൈൻ കൊടുക്കാം. പിന്നെ അവിടെ നാസ്, നാസും ഇസ്മാണ്, അതിനും റെഡ് അണ്ടർലൈൻ കൊടുക്കാം. പിന്നെ ഇല, ഇല എന്നത് എന്താണ്? ഹർഫാണ്, അപ്പൊ നമുക്കതിന് ഗ്രീന് നിറം നൽകാം. പിന്നെ ഇസ്ലാം, ഇസ്ലാം എന്നത് ഇസ്മാണ്, അപ്പൊ നമുക്കവിടെ റെഡ് നൽകാം. ഫീ, ഫീ എന്നത് ഹർഫാണ്, അപ്പൊ അതിന് ഗ്രീൻ നൽകാം. മക്ക, മക്ക എന്നതിന് ഇസ്മായത് കൊണ്ട് നമുക്ക് റെഡ് നൽകാം. അപ്പൊ ഇവിടെ റെഡ് നൽകിയതൊക്കെ ഇസ്മും ബ്ലൂ നൽകിയത് ഫേലും ഹർഫിന് ഗ്രീനുമാണ് നൽകിയത്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കാം. ഇതുപോലെ പാഠഭാഗത്ത് നിന്ന് നമുക്ക് മറ്റേതെങ്കിലും ഭാഗങ്ങൾ വന്നാല് അതിലെ ഹർഫും ഫേലും ഇസ്മും നമുക്ക് മനസ്സിലാക്കി അണ്ടർലൈൻ ചെയ്യാനും എടുത്തെഴുതാനൊക്കെ കഴിയണം. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് എന്താണ്? മുഫ്രദ് എഴുതണം. ഖുലഫാ എന്നതിന്റെ മുഫ്രദ്, അത് ഇവിടെ ജം ആണ് തന്നത്. ഇനി ഇതിന്റെ മുഫ്രദ് ഖുലഫാ എന്നതിൻ്റെത് ഖലീഫത്തുൻ, ഖുലഫാഉൻ എന്നതിൻ്റെത് ഖലീഫത്തുൻ എന്ന് നമുക്കവിടെ മുഫ്രദ് എഴുതി കൊടുക്കാം. അടുത്തതാ അത്ഫാലുൻ, അത്ഫാലുൻ എന്നതിൻ്റെത് തിഫ്ലുൻ, തിഫ്ലുൻ മുഫ്രദ് തിഫ്ലുൻ. അപ്പൊ ഇതുപോലെ നമുക്ക് എഴുതാൻ കഴിയണം. അപ്പൊ മുഫ്രദ് തന്ന ജം എഴുതാനും കഴിയണം, മനസ്സിലാക്കാം. അടുത്തതാ ഇവിടെ ഉള്ള മൻ, മത്ത, കൈഫ, മാ, കം, ഇത് വെച്ചിട്ട് എന്താണ്? താഴെയുള്ള ഈ സംഭാഷണം പൂർത്തിയാക്കി കൊടുക്കണം. അദവാത്തുൽ ഇസ്തിഫ്ഹാം അല്ലേ, നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? അത് വെച്ചിട്ട് ഈ സംഭാഷണം പൂർത്തിയാക്കി കൊടുക്കണം. അൽ മുഅല്ലിമു ഡേഷ് ഹുവൽ ഇസ്ലാമു കാമിലുലി സമസ്ത. എന്താണ്? സമസ്ത എന്നതിന്റെ പൂർണ്ണ നാമാണ് അവിടെ ചോദിച്ചത്. അപ്പൊ നമ്മൾ എന്തായിരുന്നു ചേർത്തത്? മാ, മാ ഹുവ, മാ ഹുവ ഇസ്മു കാമിലുലി സമസ്ത. സമസ്ത എന്നതിന്റെ പൂർണ്ണ നാമം എന്ത്? അപ്പൊ അവിടെ മാ ഹുവ, മാ എന്നത് നമുക്ക് അവിടെ ചേർക്കാം. ഒന്നാമത്തത് മാ. ആമിദുൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമ, അവൻ അത് പറയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നതാണ് സമസ്തയുടെ പേര്. അടുത്ത മുഅല്ലിം എന്തായിരുന്നു ചോദിച്ചത്? ഡേഷ് നുതർജിമു ഹാദൽ ഇസ്മ ഇലൽ അറബി, ഇതിനെ അറബീകരിക്കൽ എങ്ങനെയാണ്? അപ്പൊ ഇവിടെ എന്താണ് അറബീകരിക്കൽ എങ്ങനെയാണ്? കൈഫ, എങ്ങനെ? കൈഫ, കൈഫ എന്നത് നമുക്ക്. അടുത്തതാ അവിടെ ഷാനിബ അറബീകരിച്ച് ജമിയത്തുൽ ഉലമ ലിലുമൂമി ലി കേരള, അത് എന്താണ്? സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നാണ് അറബീകരിക്കൽ എന്ന് മറുപടി പറഞ്ഞു അല്ലെ, ഷാനിബ പറയുന്നു. അപ്പൊ അത് പാഠഭാഗത്ത് നിന്ന് വന്നതാണ്. ഇതുപോലെ വേറെ ഏതെങ്കിലും ഭാഗം തന്നെ ചേർക്കാൻ വന്ന ഭാഗങ്ങൾ മനസ്സിലാക്കണം. ഇനി അടുത്തത് നമുക്ക് എന്താണ്? ജുംലത്ത് ഫെയിലിയ, ഫെയിലിയായ ജുംലകൾ. ഇവിടെ മുകളിൽ തന്നതിൽ നിന്ന് ഫെയിലിയായ ജുംലകൾ തിരഞ്ഞെടുത്തിട്ട് എഴുതണം. അപ്പൊ ഇവിടെ വന്നതില് ഹറജ തിഫ്ലും ഇല ബാഗ്ദാദ്, അത് ഫെയിലിയായ ജുംലയാണ്. കുട്ടി ബാഗ്ദാദിലേക്ക് പുറപ്പെട്ടു എന്ന്. പിന്നെ അതിൽ വരുന്നത് എന്താണ്? പിന്നെ വരുന്നത് സാഫറ തിഫ്ലു മാ കാഫിലത്തുൻ, യാത്രാ സംഘത്തോടൊപ്പം കുട്ടി യാത്ര ചെയ്തു. ഇതാണ് രണ്ടാമത്തത് വന്നത്. ഇനിയോ അഹദ കാഫിലത്ത ജമാഅത്തും മിനൽ ലുസൂസ്,
എന്തായിരുന്നു? കള്ളന്മാരിൽപ്പെട്ട ഒരു സംഘം ആളുകളെ യാത്രാ സംഘത്തെ പിടികൂടി. കൊള്ളസംഘം യാത്രാ സംഘത്തെ പിടികൂടി. അപ്പൊ ഈ മൂന്നെണ്ണാണ് ഇവിടെ ജുംലകള്. അത് മനസ്സിലാക്കാം, ഫേലിയായ ജുംലകള്. അടുത്തത് എന്താണ്? വിട്ട ഭാഗം പൂരിപ്പിക്കണം. നമ്മുടെ മുകളിൽ തന്നത് ദീനാറൻ യത്ലുബു ഉഷ്ദുക്ക് റസൂലു അഅ്തതുഹു ഹറജ. ഇത് ചേർത്തിട്ട് വേണം. അപ്പൊ നമ്മള് ലാ തക്ദിബ് അബദ എന്ന ചാപ്റ്ററിന്റെ ഫസ്റ്റ് ലൈനാണ്. എന്തായിരുന്നു? ഹറജ തിഫ്ലു ഇലൽ ബഗ്ദാദ്. അപ്പൊ 1 ഹറജ തിഫ്ലു ഇലൽ ബഗ്ദാദ്, കുട്ടി ബാഗ്ദാദിലേക്ക് പുറപ്പെട്ടു. അപ്പൊ ഇവിടെ ഹറജ പുറപ്പെട്ടു. അതേതാ? അടുത്തതാ ഡാഷ് എൽ ഇൽമ. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത്? ഹറജ തിഫ്ലു ഇലൽ ബഗ്ദാദ് യത്ലുബു ഇൽമ. യത്ലുബുൽ ഇൽമ, ഇൽമ തേടിക്കൊണ്ട് കുട്ടി ബാഗ്ദാദിലേക്ക് പുറപ്പെട്ടു. പിന്നെന്താണ്? അഅ്തതുഹു ഉമ്മുഹു, അഅ്തതുഹു. അപ്പൊ ഇവിടെ രണ്ടാമത്തത് യത്ലുബു, പിന്നെ അഅ്തതുഹു ഉമ്മുഹു, അഅ്തതുഹു ഉമ്മുഹു. മാതാവ് നൽകി. എന്താണ് നൽകിയത്? 40 ദീനാറൻ, 40 ദീനാറൻ. അപ്പൊ അടുത്തത് അപ്പൊ ഇവിടെ 2 3 ഇനി ദീനാറൻ 4, നാലാമത്തെ ഗ്യാപ്പ് വന്നെടുത്ത് 40 ദീനാറൻ, 40 സ്വർണ്ണ നാണയം. അപ്പൊ കാലത്ത് ലഹു, എന്നിട്ട് പറഞ്ഞു, ഉമ്മ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഉമ്മ പറഞ്ഞു വലാ തക്ദിബ് അബദ വകാലത്ത് ലഹു. ഉമ്മ പറഞ്ഞു ഉഷ്ദുക്ക്, ഉഷ്ദുക്ക്, നീ സത്യം പറയണം, ഒരിക്കലും കളവ് പറയരുത് എന്ന് ഉമ്മ പറഞ്ഞപ്പോൾ അവിടെ ഉസ്ദുക് എന്ന് നമുക്കവിടെ എഴുതി കൊടുക്കാം. സത്യം മാത്രമേ പറയാവൂ, നീ ഒരിക്കലും കളവ് പറയരുത്, ഉമ്മ പറഞ്ഞതാണ്. അപ്പൊ ഉസ്ദുക് എന്നതാണ് ഇവിടെ 5ാമത്തെ ഗ്യാപ്പ് വരുന്നിടത്ത്. അപ്പൊ അത് നന്നായി മനസ്സിലാക്കണം. നമുക്ക് ഇതുപോലെ ഏതെങ്കിലും പാഠത്തുനിന്ന് വിട്ട ഭാഗം പൂർത്തിയാക്കി കൊടുക്കാൻ തന്നാലേ നമുക്ക് പൂർത്തിയാക്കി കൊടുക്കാൻ കഴിയണം. അപ്പോൾ പാഠഭാഗത്തിൻ്റെ മീനിങ് നമ്മൾ മനസ്സിലാക്കിയത് വെച്ച് നമുക്കവിടെ സെൻറ്റൻസ് പൂർത്തിയാക്കി കൊടുക്കാൻ കഴിയണം. ഇനി അടുത്തത് ഇവിടെ ജംഅ് എഴുതാനാണ്. നമുക്ക് മുഫ്രദ് തന്നിട്ടുണ്ട്, മുഫ്രദ് തന്നിട്ടുണ്ട്. ഇനി ജംഅ് എഴുതണം. ലിസ്സുൻ, ലിസ്സുൻ എന്നതിൻ്റെ ജംഅ് ലുസൂസുൻ, ലുസൂസുൻ, ലിസ്സുൻ ലുസൂസുൻ. അടുത്ത ദീനാറ്, ദീനാറുൻ ദനാനീർ. അത് എഴുതാം. ഇനി എന്താണ് അടുത്തത് വന്നത്? ഇനി താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. മൻ ഹുവ അവ്വലു മൻ ആമന മിനൽ അത്ഫാൽ. കുട്ടികളിൽ ആദ്യം ഇസ്ലാം മതം സ്വീകരിച്ചത് ആര് എന്നാണ്. ആരാണ് നമ്മൾ പഠിച്ചത്? അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു എന്ന് എഴുതാം. അടുത്തതാ മൻ ഹിയ ഉമ്മു അലി റളിയല്ലാഹു അൻഹു. ആരായിരുന്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ? ആരായിരുന്നു? ഫാത്തിമ. വ ഉമ്മുഹു ഫാത്തിമ, വ ഉമ്മുഹു ഫാത്തിമ. നമുക്കിവിടെ ഉമ്മുഹു ഫാത്തിമ എന്ന് എഴുതാം. അടുത്തതാ മതാ ഉസ്സിസത്ത് ജംഇയ്യത്തു സമസ്ത. സമസ്ത സ്ഥാപിച്ച വർഷം ഏത് എന്നാണ്. സമസ്ത സ്ഥാപിച്ച വർഷം ഏത് എന്നാണ്. ഏതാണ്? ഫി സനത്തിൻ അൽഫിൻ വ തിസ്ഇമത്തിൻ വ സിത്തിൻ വ ഇശ്രീൻ. 1926 1926 സമസ്ത സ്ഥാപിച്ചത്. അതാണ് അവിടെ എഴുതേണ്ടത്. അടുത്തതാ മൻ ഹിയ സൗജത്തു അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ആരാണ്? ആരാണ്? ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയാണ്. അപ്പൊ അത് എഴുതാം. അടുത്തതാ മാ ഹുവ ഇസ്മു കാമിലു ലി സമസ്ത. സമസ്തയുടെ പൂർണ്ണനാമം, സമസ്തയുടെ പൂർണ്ണനാമം എന്ത് എന്നാണ്. എന്താണ്? സമസ്ത കേരള ജമിയത്തുൽ ഉലമ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അപ്പൊ നമുക്ക് ഇതുപോലെ ചോദ്യങ്ങൾ വന്നാൽ എഴുതാൻ കഴിയണം കേട്ടോ, നമുക്ക് പഠിക്കാം. ഇനി അടുത്തത് എന്താണ്? ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ ഉത്തരം എടുത്തിട്ട് ഇവിടെ പൂർത്തിയാക്കി കൊടുക്കണം. മക്കറു സമസ്ത ഫി. മക്കറു സമസ്ത എന്താണ്? സമസ്തയുടെ ഓഫീസ് എവിടെയാണെന്നാണ്. എവിടെയാണ്? നമ്മളെ കാലിക്കറ്റാണ്, കോഴിക്കോട് അല്ലേ? അപ്പൊ ഇത് ശരിയായത് നമുക്ക് അവിടേക്ക് എടുത്ത് എഴുതാം. കോഴിക്കോടാണ് സമസ്തയുടെ ഓഫീസ്. അടുത്തതാ അദദു അഅ്ളാഇ മജ്ലിസി മുശാവറത്തിൻ.
സമസ്തയുടെ മുഷാവറയിൽ എത്ര പേരുണ്ട്? സമസ്തയുടെ മുഷാവറയിൽ എത്ര പേരാണ്? 40 പേരുണ്ട്. 40 പേരാണുള്ളത്. അപ്പൊ അത് എഴുതാം. അടുത്തതാ, ഡേഷുൽ ഔലാദു ഇലൽ മദ്രസത്തി. എന്താണ്? കുട്ടികൾ മദ്രസയിലേക്ക് പുറപ്പെട്ടു. ഹറജ, പുറപ്പെട്ടു. മദ്രസയിലേക്ക് കുട്ടികൾ പുറപ്പെട്ടു. ഹറജ. അപ്പൊ അത് നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. അടുത്തതാ, അൽ ബിന്തു ഡേഷ്. എന്താണ്? മകൾ ഇരിക്കുന്നവളാകുന്നു. മകൾ ഇരിക്കുന്നവളാകുന്നു. ജാലിസത്തുൻ. ഈ പാഠത്തിന്റെ കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത്താമു ലദീദുൻ. എന്താണ്? ഭക്ഷണം രസമുള്ളതാണ്. പിന്നെ അത്തിഫ്ലു സൈറുൻ, കുട്ടി ചെറിയതാകുന്നു. അസയ്യാറത്തു ജദീദത്തുൻ, വാഹനം പുതിയതാകുന്നു. അതൊക്കെ അതുപോലെ യോജിച്ചത് ചേർത്ത് കൊടുക്കാൻ വരും. അപ്പൊ അത് മനസ്സിലാക്കണം കേട്ടോ. പാഠഭാഗത്തില് നോക്കിയിട്ട് മനസ്സിലാക്കണം. നമ്മൾ 3ാമത്തെ പാഠത്തിലും 2ാമത്തെ പാഠത്തിലൊക്കെ പഠിച്ചതാണ്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഔലാദു ഡേഷ്. എന്താണ്? മൈദാൻ. മൈതാനത്തിലേക്ക് പോയി. ഇലൽ മൈദാൻ. ഔലാദു, കുട്ടികൾ മൈതാനത്തിലേക്ക് പോയി. ഔലാദു ഇലൽ മൈദാൻ, കുട്ടികൾ മൈതാനത്തിലേക്ക് പോയി. അവിടെ ഇല എന്നത് നമുക്കവിടെ എഴുതി കൊടുക്കാം. അപ്പൊ അതുപോലെ ഓരോന്നും ആ പാഠത്തിൽ വന്നതൊക്കെ മനസ്സിലാക്കാം. ഫതഹ ഹാദിമുൽ ബാബ്, സേവകൻ കവാടം തുറന്നു. ഫതഹ ചേർത്തു. ഖറഅത ഫാത്തിമത്തുൽ ഖുർആൻ. ഖറഅത എന്താണ്? പാരായണം ചെയ്തു. ഫാത്തിമ ഖുർആൻ പാരായണം ചെയ്തു. ഇനി ഉക്തുബുൽ മഅന, അർത്ഥം എഴുതാനാണ്. മുസാബഖത്ത്. മുസാബഖത്ത് എന്ന് പറഞ്ഞാല് മത്സരം എന്നാണ് മുസാബഖത്ത്. അടുത്തതാ, സാഫറ തിഫ്ലു മാ കാഫിലത്തിൻ. യാത്രാ സംഘത്തോടൊപ്പമാണ് കുട്ടി യാത്ര പോയത്. യാത്രാ സംഘത്തോടൊപ്പം കുട്ടി യാത്ര പോയി. അങ്ങനെ നമുക്ക് അവിടെ എഴുതാം. ഇനി അടുത്ത എന്താണ്? നുക്കമ്മിലു ബിമാഫി കൗസൈനി, യോജിച്ചത് ചേർത്തിട്ട് ഇവിടെ പൂർത്തിയാക്കി കൊടുക്കാനാണ്. എന്താണ്? ലൈലത്തുൽ ഖദ്രി ഹൈറും മിൻ അൽഫി ഷഹർ. അപ്പൊ അത് നമുക്ക് അവിടെയൊക്കെ എഴുതാം. അടുത്തതാ, തനസ്സുലുൽ മലായികത്തു. എന്താണ്? വറൂഹു ഫീഹ. മനസ്സിലായില്ല? നമ്മള് പാഠഭാഗത്തില് ഖുറാന്റെ ഭാഗം തന്നിട്ട് അതിന്ന് അഥവാത്തിൽ ഇസ്തിഫാമും ഫേലും ഇസ്മ അടയാളപ്പെടുത്തിയ ഭാഗങ്ങളുണ്ട്. അപ്പൊ അവിടെ നിന്നാണ് ഇത് വന്നത്. മനസ്സിലാക്കാം. ഇനിയാ നോയജീബ് അറബിയിലേക്ക് ആക്കണം. എന്താണ്? ദേഷ്യം പിടിച്ചു. ദേഷ്യം പിടിച്ചു എന്നത് അറബിയിലേക്ക് ആക്കണം. എന്താണ്? ഒളിബ. ഒളിബ എന്നതാണ് ദേഷ്യപ്പെട്ടു എന്നുള്ളതിന്റെ. ദേഷ്യം പിടിച്ചു, ദേഷ്യപ്പെട്ടു എന്നതിന്റെ ഒളിബ. ഇനി പിതൃവ്യൻ. പിതൃവ്യൻ എന്നതാണ്. എന്താണ് പിതൃവ്യൻ? അമ്മുൻ. അമ്മുൻ പിതൃവ്യൻ. അമ്മുൻ പിതൃവ്യൻ. അപ്പൊ അതൊക്കെ മനസ്സിലാക്കാം. ഇതുപോലെ പാഠഭാഗത്തില് നമ്മൾ പഠിച്ച മറ്റു മീനിങ്സ് ഉണ്ട്. അതാണ് ഇതുപോലെ വരിക. ഇത് തന്നെ വരും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റൂല. അപ്പൊ അതൊക്കെ മനസ്സിലാക്കണം. അപ്പൊ ലിസാനുൽ ഖുർആനിലെ 4 പാഠഭാഗങ്ങളാണ്. ലിസാനുൽ ഖുർആനിലെ 4 പാഠഭാഗങ്ങളാണ് നമുക്ക് എക്സാമിന് വരുന്നത്. അപ്പൊ 4 പാഠഭാഗത്തിന്റെയും അവസാനങ്ങളെ തദ്രിബാത്തുകൾ, പാഠഭാഗത്തിന്റെ മീനിങ്, ഇതൊക്കെ നമുക്ക് വിട്ട ഭാഗം പൂരിപ്പിക്കാനൊക്കെ വന്നാൽ എഴുതണമെങ്കിൽ നന്നായി മനസ്സിലാക്കി പഠിക്കണം. ഇത്രയാണ് ഇന്നത്തെ ഈ ചോദ്യപേപ്പറിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. റിവിഷനായിട്ട് മനസ്സിലാക്കാം. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും തെറ്റുകൾ പെട്ടുപോകുന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.